നാത്തൂനും കൂടിയിട്ടാണ് കേട്ടോ ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. എല്ലാവരും നല്ലൊരു അതിനകത്ത് വന്നാടിയിട്ട് അപ്പൊ എല്ലാവിധ ആശംസകളും. ഹലോ ഗൈസ്, വെൽക്കം ടു സസിയ ക്രിയേഷൻസ്. ഇത് വെഡിങ് ആനിവേഴ്സറിയുടെ തലേദിവസമാണ് കേട്ടോ. അതാ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കുറച്ച് ഗസ്റ്റ് വന്നത് കേട്ടോ. അപ്പോൾ ഷീബ ടീച്ചറും വാരപ്പനങ്ങളുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ വക പൊന്നാട അണീക്കലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവിധ ആശംസകളും ഷീബ ടീച്ചറുടെ ഫാമിലിയുടെ എല്ലാവിധ ആശംസകളും. ഇനിയുണ്ട് ഗിഫ്റ്റ്. ഇതാണ് ശരിക്കും. അപ്പൊ പൂരാൾ പിടിക്ക്. ഇത് ഞങ്ങൾക്ക് സിയക്കുട്ടി തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് വെറുതെ ഒരു മിററാന്ന് തോന്നും. ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ അടിപൊളി ഇമേജ് അതിനകത്ത് തെളിയും. കേക്കൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു കേക്കല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. പപ്പ പെട്ടെന്ന് ഹോസ്പിറ്റലിലായി. അപ്പോൾ എനിക്ക് പിന്നെ ആ തീമൊക്കെ ഉണ്ടാക്കാനുള്ള സകലവിധ മൂടും പോയി. അപ്പോൾ ഒരു തട്ടിക്കൂട്ടായിട്ട് ഞാൻ ചെയ്തതാണ്. അത് ചെയ്തെങ്കിൽ എനിക്ക് തീരെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കുറച്ച് ബട്ടർഫ്ലൈസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മളിതേ ഫ്രിഡ്ജിൽ കൊണ്ട് ആ കേക്കിനെ നമ്മൾ വെച്ചു. അപ്പം അമ്മ പാതിരാത്രി കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നപ്പോൾ എൻ്റെ പണി ഇതൊക്കെയായിരുന്നു കേട്ടോ. ഈ ഡെക്കറേഷൻ പണികളൊക്കെ എൻ്റെ വകയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെയായി. പപ്പ തെങ്ങുമ്മയൊക്കെ കയറി കരിക്കൊക്കെ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ എൻ്റെ കലാപരിപാടികൾ അതൊക്കെയായിരുന്നു. നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ച് ഡെക്കറേഷനൊക്കെ സെറ്റാക്കി. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗസ്റ്റുകൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടോ. നമ്മുടെ ജോവാനും ഏഞ്ചലും ചേച്ചിയൊക്കെ വന്നു. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഫുഡും എത്തി. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് മൊത്തം എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ ഫാമിലിയിലെ ഏറ്റവും ചെറിയ കുട്ടി ഞാനാണ്. എന്താ ചെയ്യുക. വർഷം ഇവര് ഒരുമിച്ച് ജീവിച്ചു. കുറെ ഇടികളൊക്കെ ഉണ്ടായാലും അതിൽ കൂടുതൽ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചൊക്കെയാണ്. ഞാൻ ഭയങ്കര പ്രൗഡാണ് എൻ്റെ പാരൻസിന്റെ ഈ ഒരു മുഹൂർത്തത്തില്. അപ്പൊ ഇവരെ ഇന്ന് ആദരിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്നത്തെ ഈ ദിവസം. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇന്നത്തെ ഗ്ലിറ്ററിംഗ് സ്റ്റാർസിന്റെ പൊന്നാട അണിയിക്കാണ്. അതിനായിട്ട് ഞാൻ അമ്മാമേനെ ക്ഷണിക്കുന്നു. അമ്മാമ എല്ലാവരും നല്ലൊരു അപ്പൊ ഇനി അടുത്തതായിട്ട് ഇവർക്ക് ബൊക്കെ സമർപ്പിക്കുന്നത് നമ്മുടെ ഹെൻസി ആന്റിയും വർഗീസ് അങ്കിളുമാണ്. അതെ, മൂത്ത അളിയനും മൂത്ത നാത്തൂനും കൂടിയിട്ടാണ് കേട്ടോ ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. അപ്പൊ ഇത്ര ഉള്ളു നമ്മുടെ. പിന്നെ ഞാൻ ഇവരുടെ ഇത്ര നാളത്തെ ഒരു ലൈഫ് ജേർണി ഒരു വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ അത് ഉള്ളൂർ കസിൻസിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഇരുന്ന് കാണാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ എത്തി. അപ്പം നമുക്കിനി കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. കേക്ക് കട്ടിങ് ചടങ്ങ് കഴിഞ്ഞവരോട് സിയക്കുട്ടി ആൻറ്റിമാരുടെ പേരക്കുട്ടികളുടെ കൂടെ കളിക്കാൻ വേണ്ടി പോയിട്ടോ. സിയക്കുട്ടിക്ക് കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് അവൾ ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ അവരെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഫുഡിൻ്റെ സമയമായിരുന്നു, അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പപ്പ ഹോസ്പിറ്റലിലായതുകൊണ്ട് മമ്മി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ
എൻ്റെ ബ്രദറും സിസ്റ്ററും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ആണ് വന്നത്. അപ്പോൾ അവർ ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ കേക്ക് മുറിക്കുന്ന സമയത്തൊന്നും അവരുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഓണം വെക്കേഷനിൽ ഒരു ദിവസം വീട്ടിൽ പോയിട്ട് വേണം പപ്പയുടെയും മമ്മിയുടെ അടുത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്യാനായിട്ട്. വൈകുന്നേരം ഞങ്ങളുടെ ആഘോഷ പരിപാടികൾ വീണ്ടും ആരംഭിച്ചു കേട്ടോ. എനിക്കിത് വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമായിരുന്നു. വലിയച്ഛനും കൊച്ചച്ഛനും കൂടി വന്നു. അച്ഛൻ തമാശ പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിച്ചത്, വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒത്തിരി സന്തോഷമായി. കൂടാതെ ചേട്ടൻ്റെ ഫാമിലി ഉച്ചയ്ക്കുണ്ടായിരുന്നില്ല, അവർക്കൊരു പരിപാടിയായിട്ട് പോയിരിക്കുകയായിരുന്നു. അവരും വൈകിട്ട് തന്നെയാണ് വന്നത്. അങ്ങനെ നല്ലൊരു അടിപൊളി നിമിഷങ്ങളായിരുന്നു എന്ന് പറയാം. സിയക്കുട്ടി ഞങ്ങൾക്ക് സമ്മാനിച്ച ഗിഫ്റ്റ് വല്യപ്പൻ്റെ വീട്ടുകാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നേ ദിവസം ഒരുക്കി തന്ന നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് ഗോഡ്.